നിനക്കെന്താ അടുക്കളയിൽ പണിയൊന്നുമില്ല? അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, അതാ നല്ലത്. അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? എല്ലാവരും എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാരും എന്നോട് ഇങ്ങനെ ചെയ്യണം? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് മുഴുവൻ ഞങ്ങളാണല്ലോ ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത്. കല്യാണത്തിനുള്ള മുക്കൊണ്ട് മുഴുവൻ വാരി വലിച്ചിട്ട് വന്നിരിക്കുക, മനുഷ്യനെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട്. മുക്ക് കണ്ടോ? അപ്പൊ ഞാൻ ഇട്ടിട്ട് വന്ന 20 പവന്റെ സ്വർണ്ണമല്ല? അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇതിനെ കുറിച്ചൊക്കെ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നത്? അന്ന് വരുമ്പോ എന്താ പറഞ്ഞത്? ഒരു തരി സ്വർണത്തിന്റെ ആവശ്യമില്ല, പെൺകുട്ടി മാത്രം മതിയെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ സ്വർണത്തിന്റെ കണക്കൊക്കെ വന്നിരിക്കുന്നത്? എടി, അങ്ങനെയാണെങ്കിലേ കയ്യിലുള്ളത് മാത്രം ഇട്ട് തരണം. അല്ലാണ്ട് കുറെ വാടകയ്ക്ക് റോൾഡ് ഗോൾഡ് എടുത്തിട്ട് കോടീശ്വരന്റെ മോളെ പോലെ ഇങ്ങനെ ഇറങ്ങി വരാൻ നിൽക്കരുത്, വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട്. നിനക്കൊരു സൂചനയെങ്കിലും തന്നോടെ എനിക്ക്. അതുകൊണ്ടല്ലേ ഇവിടെ എല്ലാ പ്രശ്നം ഉണ്ടായത്. അതെ, എന്റെ കല്യാണത്തിന് ഞാൻ എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. അതിൽ ഞാൻ എത്ര സ്വർണ്ണം ഇടണം, എത്ര ഇമിറ്റേഷൻ ഇടണം, എത്ര റെന്റിന് എടുത്ത് ഇടുന്നതൊക്കെ ഞാനാ തീരുമാനിക്കുക, അല്ലാതെ നിങ്ങളല്ല. പിന്നെ ഞാൻ നിങ്ങളോട് എന്തിനു സൂചിപ്പിക്കണം? നിങ്ങളല്ലേ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് ഒരു തരി പൊന്നു പോലും വേണ്ടെന്ന്. എന്നിട്ടും 20 പവന്റെ സ്വർണം കൊണ്ട് വന്നില്ലേ? അന്ന് ചില്ലറ കാര്യാ? ഇക്കണക്കിന് നിങ്ങൾ പറഞ്ഞ പോലെ വന്നിരുന്നെങ്കിലോ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഒരാണ് കല്യാണം കഴിക്കാൻ വരുമ്പോഴേ അവൻ ഇതൊക്കെ പ്രതീക്ഷ തന്നെ കല്യാണം കഴിക്കാൻ വരിക. അല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്നിട്ട് എന്തിനു പറയണം ഇത്ര പവൻ വേണമെന്ന്? എല്ലാരും ഇങ്ങനൊക്കെ തന്നെ പറയാ, ഒന്നും വേണ്ട, പൊന്ന് വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന്. പക്ഷെ നിങ്ങളുടെ കുടുംബം മഹിമ വെച്ചിട്ടേ മാക്സിമം ആ പെണ്ണിന് കൊടുക്കേണ്ടത് അവളുടെ അച്ഛൻ്റെ അമ്മേന്റെ ഉത്തരവാദിത്തമാണ്. ഈ ചുറ്റുവട്ടത്ത് എല്ലാരും ഇങ്ങനൊക്കെ തന്നെ പെണ്ണെട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്. അല്ലാണ്ട് ഞാൻ മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത്. വീട്ടുകാർ ഒന്നും വേണ്ടെന്ന് പറയുന്നത് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നതാണ്. അല്ലാണ്ട് അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതും തൂക്കി പിടിച്ചിങ്ങോട്ട് വരാൻ നിൽക്കരുത്, ഒരുമാതിരി ഉളുപ്പില്ലാത്ത പോലെ. അത് ശരി, ഞാൻ 20 പവൻ കൊണ്ടുവന്നത് നമുക്ക് ഒന്നുമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. വെറുതെ കിട്ടിയതല്ല അത്രയും സ്വർണം. 10-20 ലക്ഷം രൂപ ജ്വല്ലറിയിൽ എണ്ണി കൊടുത്തിട്ട് കിട്ടിയതാ. കല്യാണം എന്ന് പറഞ്ഞാലേ പൈസ ചെലവാകുന്ന കാര്യം തന്നെയാണ്. അല്ലാണ്ട് നീ എന്ത് വിചാരിച്ചേ? 1 രൂപ പോലും നിന്റെ അച്ഛന്റെ പോകരുത് നിനക്ക് വേണ്ടി ഇറക്കാണ്ട് ആരെങ്കിലും നിന്റെ വീട്ടിൽ നിന്നെ കെട്ടിക്കൊണ്ടോ വിചാരിച്ചോ? ഓ, അങ്ങനെയാണെങ്കിലേ 20 ലക്ഷത്തിന്റെ മുതൽ ഞാൻ കൊണ്ടുവന്നല്ലോ. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഈ കല്യാണം വരെ കടം വാങ്ങിയിട്ടാ കഴിഞ്ഞത്. ഇതുവരെ ആ കടം കൊടുത്തു തീർത്തിട്ടില്ലാന്ന് നിങ്ങളുടെ അമ്മേനോട് സംസാരിക്കാൻ ഞാൻ കേട്ടല്ലോ. സ്വന്തം കല്യാണം നടത്താൻ പോലും ഗതിയില്ലാത്ത ഒരാളാണോ എന്നോട് ഈ കണക്ക് എന്ന് പറയുന്നത്? നീ എന്താടി പറഞ്ഞത്? എന്റെ വീട്ടിൽ വന്നിട്ട് നീ ആളാ നിൽക്കുന്നോ? ഞാൻ ആളായതല്ല, കാര്യം പറഞ്ഞതാ. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴേ അവളെ നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അല്ലാണ്ട് അവള് കൊണ്ടുവരുന്ന സ്വർണവും അവൾ അച്ഛൻ തരാനുള്ള സ്ഥലവും കണ്ടിട്ട് തന്റെ ജീവിതം മോടി പിടിപ്പിക്കാന്നുള്ള ഈ ചിന്തയില്ലേ, ആ ചിന്തയുള്ളവൻ ഈ പണിക്ക് ഇറങ്ങാൻ നിൽക്കരുത്. നിങ്ങളോട് ഞാനോ എന്റെ വീട്ടുകാരോ ഒരിക്കലും പറഞ്ഞിട്ടില്ല 100 പവന്റെ സ്വർണവും കാറും ബംഗ്ലാവും സ്ഥലവും ഒന്നും തരുന്നുള്ളത്. അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? സ്വർണത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് വരെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലേ. പിന്നെതാ ഇങ്ങനെ ഒരു ടോക്കിന് ഇടവരില്ലായിരുന്നു.